നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന രീതിയിലുള്ള ഒരു മെയിൽ ഇന്നലെ രാത്രിയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ക്രിയേറ്റേഴ്സിനും വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ മെയിൽ, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ വാട്സപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ഈ മെയിലിൽ എഴുതിയിരിക്കുന്നത് യുവർ US ടാക്സ് ഫോം എക്സ്പയർ അറ്റ് ദ എൻഡ് ഓഫ് 2024. അതായത് നമ്മൾ US ടാക്സ് ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ഓൾറെഡി ഒരുമാതിരിപ്പെട്ട എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് 2024 എൻഡോട് കൂടി ഡിസംബറോട് കൂടി അത് എക്സ്പയർ ആവും. നമ്മൾ വീണ്ടും US ടാക്സ് ഫോം ഫില്ല് ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ആദ്യം US ടാക്സ് ഇൻഫർമേഷൻസ് ഒക്കെ എങ്ങനെയാണോ കൊടുത്തത് അതേ രീതിയിൽ വീണ്ടും നമ്മളത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി US ടാക്സ് ഫോം ഫില്ല് ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആഡ്സൻസിൽ നിന്നുള്ള ഏണിങ്സ് ഹോൾഡ് ചെയ്യപ്പെടും. നമുക്ക് ഏണിങ്സ് കിട്ടത്തില്ല, അതായത് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ആഡ്സൻസിൽ വരെ ഏണിങ്സ് വരും, പക്ഷേ അവിടുന്ന് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ US ടാക്സ് ഫോം നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് വേൾഡ് വൈഡിൽ നിന്ന് കിട്ടുന്ന, അതായത് മൊത്തത്തിൽ നമുക്ക് കിട്ടുന്ന ഏണിങ്സിന്റെ 24% അവർ ടാക്സ് ആയിട്ട് കട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ടാക്സ് ഇത്രയും നമ്മുടെ ടോട്ടൽ ഏണിങ്സിൽ നിന്ന് നഷ്ടപ്പെടേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ US ടാക്സ് ഫോം ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഡെഡ് ലൈൻ പറഞ്ഞിരിക്കുന്നത് ഡിസംബർ 10 ആണ്. ഡിസംബർ 10 മുമ്പ് നമ്മൾ ഈ ഒരു US ടാക്സ് ഫോം പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ മെയിലിൽ തന്നെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ US ടാക്സ് ഫോം നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഇനി നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് എവിടെയാണ് ചെക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട്. അതിൽ ഞാൻ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് തെറ്റുകളൊന്നും കൂടാതെ US ടാക്സ് ഫോം ഫില്ല് ചെയ്യുന്നതെന്നുള്ള കാര്യം ആ വീഡിയോയിൽ പറഞ്ഞുതരാം. അതിനായിട്ട് ആദ്യം ഗൂഗിൾ ആഡ്സെൻസ് ഓപ്പൺ ആക്കുക. യൂട്യൂബിലല്ല ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. US ടാക്സിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആഡ്സെൻസിലാണ്. അപ്പോൾ ആഡ്സെൻസ് ഓപ്പൺ ആക്കിയിട്ട് ഏറ്റവും ടോപ്പിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ആഡ്സെൻസ് ഫോർ യൂട്യൂബ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏണിങ്സും കാര്യങ്ങളും ഒക്കെ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു പേയ്മെന്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പേയ്മെന്റ് ഇൻഫോ എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ മാനേജ് സെറ്റിംഗ്സ്, അതായത് സെറ്റിംഗ്സിൽ ആഡ്സെൻസ് മാനേജ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യണം. ഇനി വീണ്ടും കുറച്ചുകൂടി താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ സിംഗപ്പൂർ ടാക്സ് ഇൻഫോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അതിന് താഴെയായിട്ടാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ടാക്സ് ഇൻഫോ എന്ന് പറയുന്ന ഓപ്ഷൻ കിടക്കുന്നത്. ഇവിടെ മാനേജ് ടാക്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ ടാക്സ് സബ്മിറ്റ് ടാക്സ് ഇൻഫർമേഷൻ കൊടുത്തത് അപ്രൂവ്ഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ ടാക്സ് ഇൻഫർമേഷൻസ് കൊടുത്തത് അപ്രൂവ്ഡ് ആണ്, ഇവിടെ അപ്രൂവ്ഡ് എന്നാണ് കിടക്കുന്നത്. പക്ഷെങ്കിൽ 2021 മാർച്ചിനാണ് ഞാനിത് സബ്മിറ്റ് ചെയ്തത്. സബ്മിറ്റ് ഡേറ്റും ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനിയും വീണ്ടും എനിക്ക് ഒന്നുകൂടി സെയിം സാധനം തന്നെ സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് ഇത് വീണ്ടും അപ്രൂവ് ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പേയ്മെന്റ് ഹോൾഡ് ചെയ്യപ്പെടും. അതേപോലെ തന്നെ 24% ടാക്സും കട്ട് ചെയ്യും. ഇനി പുതിയ ടാക്സ് ഇൻഫോ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, എവിടെ നിന്ന് സബ്മിറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാവേ. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഷോ ടാക്സ് ഡീറ്റെയിൽസ് ആൻഡ് ഡോക്യുമെന്റ്സിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ ടാക്സ് ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് സബ്മിറ്റ് ന്യൂ ഫോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ട് ന്യൂ ഫോമിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് പുതുതായിട്ട് ടാക്സ് ഫോം ഫില്ല് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് തെറ്റൊന്നും കൂടാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഡിസംബർ 10 വരെ ഉണ്ട്. അപ്പം നമ്മൾ വലുതായിട്ട് ധൃതി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, പതുക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഈ ഒരു മെയിൽ വന്നപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഞാൻ ഓൾറെഡി ടാക്സ് ഇൻഫോ ഒക്കെ സബ്മിറ്റ് ചെയ്തതാണ്, അപ്രൂവ്ഡ് ആണ്, അപ്പോൾ വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും, എന്താണ് അതിന്റെ അപ്ഡേറ്റ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഈ ഒരു കാര്യം പറഞ്ഞത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ മെയിൽ കണ്ടിട്ട് ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് നമ്മുടെ യൂട്യൂബ് സുഹൃത്തുക്കളുണ്ട്, അവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. പിന്നെ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. കാരണം ഈ വീഡിയോയുടെ ലൈക്ക് ഒക്കെ നോക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ ന്യൂ ടാക്സ് ഫോം ഫില്ല് ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം എത്ര പേർക്ക് ഇത് ആവശ്യമുണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയത്തുള്ളൂ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.